രാവണന്റെ സഹോദരനായ കുംഭകർണൻ. ഇവിടെ രാവണന് കുറച്ച് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 ജീവജാലങ്ങൾ നശിക്കുന്നത് നീ കാണാറില്ലേ? ഏതൊക്കെയാണത്രേ? ശലഭങ്ങള്, മത്സ്യം, ആന, വണ്ട്, മാൻ. നമ്മൾ ഓരോരുത്തരും തടാകങ്ങളായല്ല ജീവിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും സാഗരങ്ങളായി ജീവിക്കൂ. എന്ന് വെച്ചാൽ ആരെങ്കിലും പുകഴ്ത്തുമ്പോ വെള്ളം നിറയുകയും ആരെങ്കിലും നിന്ദിക്കുന്ന സമയത്ത് വറ്റി വരളുകയും ചെയ്യുന്ന തടാകങ്ങളാവരുത്. നിന്ദിച്ചാലും പുകഴ്ത്തിയാലും പതറാത്ത സാഗരങ്ങളായിത്തീരൂ. ഇതാണ് മാനിൽ നിന്നും പഠിക്കേണ്ടത്. രണ്ടാമത്തത് മീനിൽ നിന്നും പഠിക്കുക. എന്നതാണ്? ഒരു മുക്കുവൻ തന്റെ മത്സ്യം പിടിക്കാനുള്ള ആ കൊളുത്തിൽ ഇരയിട്ടുകൊണ്ട് വെള്ളത്തിലേക്കിട്ട് ആ മത്സ്യത്തിനെ പ്രകോപിപ്പിച്ച് ആ മത്സ്യം അത് വിഴുങ്ങി അതിന്റെ കഴുത്തിൽ ഇരുമ്പ് കൊളുത്ത് കൊടുങ്ങുമ്പോ പാവം മത്സ്യം അറിയുന്നില്ല ആ ഇരയ്ക്ക് പിന്നിലൊരു ഇരുമ്പ് കൊളുത്തുണ്ട് എന്നുള്ളത്. ഇതുപോലെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ നാവിനെ എന്ന് പറയുകയാണ്. കഴിക്കുന്ന ഭക്ഷണവും പറയുന്ന വാക്കുകളും. അതിന് ഒരാളെ തളർത്താനും സാധിക്കും, ഒരാളെ ഉയർത്താനും സാധിക്കും. കഴിയുന്നതും നമ്മളെ തളർത്തുന്ന ഭക്ഷണവും കഴിക്കരുത്, മറ്റൊരാളെ തളർത്തുന്ന വാക്കുകളും പറയരുത്. ഇത് രണ്ടും നമ്മൾ അലേർട്ടായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്പോയിൽ ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്, പറയുന്ന കാര്യത്തിൽ പ്രായം കൂടുന്തോറും ശാന്തതയിലേക്ക്, മൗനത്തിലേക്ക് വരൂ. മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥേ, മനനം ചെയ്തിരിക്കൂ. മനസ്സുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കൂ. ഇനി മനസ്സുകൊണ്ട് ജപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് ജപിക്കൂ. കാര്യമാർത്ഥ പ്രസക്തമായത് മാത്രം പറയുക. കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോണ്ടല്ലോ, നമ്മൾ വേണ്ടാത്ത വർത്തമാനമൊക്കെ അവരോട് പറയുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പം അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, നമ്മളെ മരുമകളോട് മകൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവള് മൃത്യുഞ്ജയ ഹോമം ബുക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? സാധാരണ മൃത്യുഞ്ജയ ഹോമം ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, രോഗങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം. പക്ഷെ ചിലരത് ബുക്ക് ചെയ്യുക ചിലരുടെയൊക്കെ ആയുസ് വേഗം പോണേന്ന് വെച്ചിട്ടാണ്. അപ്പൊ മരുമകൾ ഒരിക്കലും നമ്മുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമത്തിന് ബുക്ക് ചെയ്യാൻ ഇടപെട്ടായിരിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നാവിനെ വളരെ അധികം, ഞാൻ നിങ്ങളോട് പറയുമ്പോണ്ടല്ലോ, ഇതൊക്കെ ഓരോരോ വീടുകളിലുണ്ടല്ലോ, നിവൃത്തിയില്ലാതെ ജീവിക്കുകയാണ് പലരും. എങ്ങനെയാണെന്ന് നോക്കുക. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കാത്തതിന്റെ കാരണം നാവാണ് പ്രധാനം. നാവ് ശരിയിട്ട് കേങ് കേങ് കേന്ന് പറഞ്ഞിട്ട് ഇടപെടും. നീ എവിടെ പോയടി, നീ എവിടെ പോയടാന്നൊക്കെ ചോദിക്കുമ്പോൾ മിണ്ടാതിരുന്നൂടെ ഒന്നും മനുഷ്യന്. ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്കൊന്ന് ചോദിക്കുന്നത് ഇഷ്ടമല്ല. വരുന്നത് വരെ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഒരു ഭാഗത്തിരുന്ന് നാമം ജപിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ വന്നാലും കുഴപ്പമില്ല, വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞാലൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ചിലർക്ക് പറ്റാത്തതെന്ന് വെച്ചാൽ, കുറേ കാലം കൊണ്ടുണ്ടാക്കിയ ഒരു അറ്റാച്ച്മെന്റ് പെട്ടെന്ന് നമുക്കങ്ങോട്ട് വിടാൻ സാധ്യമല്ല. ഈ ദൗർബല്യമാണ് നമ്മൾ വീണ്ടും അവരുടെ ജീവിതത്തിൽ ഇടപഴകുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് തോന്നാണ് നമ്മൾ ഇടപഴകിയിട്ടില്ലെങ്കിൽ നമ്മുടെ അറ്റാച്ച്മെന്റ് പോവൂന്നുള്ളൊരു തോന്നൽ വരികയാണ്. ആ അറ്റാച്ച്മെന്റ് നിലനിർത്താനാണ് നമ്മൾ ഇടപഴകുന്നതെന്ന് നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ ഇടപഴകലാണ് അറ്റാച്ച്മെന്റ് അവരെടുത്ത് കളയുന്നത് എന്നുള്ളത്. അപ്പൊ ശരിക്കും വാക്കുകൊണ്ടല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാക്കേണ്ടത്, മൗനം കൊണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. കഴിയുന്നതും നമ്മളങ്ങനെ, നിങ്ങൾ ആശ്രമങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാണ്ടല്ലോ, ഈ ഗുരുക്കന്മാരും ശിഷ്യന്മാരൊന്നും സംസാരിക്കൊന്നുമില്ല അധികം. ശരിയായ ഗുരുവും ശിഷ്യനും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഗുരുവിന് എന്താ വേണ്ടതെന്ന് ഗുരു പറയാതെ തന്നെ ശിഷ്യന് മനസ്സിലാവും. ശിഷ്യനോട് എന്താണ് ശിഷ്യന് ചെയ്യേണ്ടതെന്ന് ഗുരു നിർദ്ദേശിക്കാതെ തന്നെ ശിഷ്യനും മനസ്സിലാവും. മൗനത്തിലൂടെ അവർക്ക് സംസാരിക്കാൻ സാധിക്കും. മൗനത്തിലൂടെ സംസാരിക്കുന്നവരാണ് മഹർഷി വര്യന്മാരായിരിക്കുന്ന
ദക്ഷിണാമൂർത്തി തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാര് ഇവരൊന്നും വാക്കുകളെ ഉപയോഗിച്ചിട്ടില്ല. സാധിക്കുന്ന പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിരുവണ്ണാമലൈ രമണ മഹർഷി. അദ്ദേഹം രമണ മഹർഷിയൊക്കെ മൗനത്തിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പ്രഭാഷണത്തിൽ വിളിച്ചുകൊണ്ടേ അദ്ദേഹം ചെന്നിരുന്നു. അരമണിക്കൂർ അവിടെ അങ്ങനെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞിട്ട് പ്രഭാഷണം കഴിഞ്ഞു, ഞാൻ പോവുകയാണെന്ന്. ആളുകൾ പറഞ്ഞു, എന്ത് തോന്നിവാസം, അരമണിക്കൂർ ഒരക്ഷരം മിണ്ടാതെ എന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞു എന്ന് പറഞ്ഞാലോ? ഇവിടെ അദ്ദേഹം പറയാണ്, എന്റെ മൗനത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്റെ വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൗനത്തിലൂടെയാണ്. ഒരാള് രമണ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ട്, ഞാൻ എന്താ വേണ്ടത് എന്ന്. ഉടനെ പറഞ്ഞു, നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നത് എന്ന്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ മിണ്ടാതിരിക്കാനാ പഠിപ്പിക്കുന്നത് എന്ന്. ഒന്നും മിണ്ടാതിരിക്കുക. ഇപ്പൊ പ്രായം കൂടുന്തോറും കുട്ടികൾ നമ്മളോട് പറയുന്ന വാക്കാണ് ഒന്നും മിണ്ടാണ്ടിരിക്കുമെന്ന്. അതവർ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആയിത്തീർന്നിരിക്കണം. അതിനെന്ത് വേണം? കൂടുതൽ ആരോട് മിണ്ടിത്തുടങ്ങണം? കുട്ടികളോട് മിണ്ടുന്നേക്കാൾ കൂടുതൽ ഭഗവാനോട് മനസ്സുകൊണ്ട് മിണ്ടിത്തുടങ്ങണം, നാമം ജപിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് പോകണം. ഒരു ചെവി കൂടെ നല്ല ചെവിന്ന് പുറത്ത് കളയണം. വേണ്ടാത്തതിലൊക്കെ നല്ലവണ്ണം ഇടപഴകണം, വേണ്ടാത്തതൊക്കെ പറയണം. എന്നിട്ട് അവര് നല്ലവണ്ണം ഡോസ് തരുമ്പം അന്ന് മനസ്സിലാക്കണം, അന്നാ സ്വാമി പറഞ്ഞിരുന്നതൊക്കെ അത് അന്നേ തുടങ്ങിയിരുന്നുവെങ്കിൽ എവിടെയോ എത്തുമായിരുന്നു. ഇപ്പൊ ഇത്രയൊന്നും വഷളാക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്ന്. മനസ്സിലാവുണ്ടോ? കണ്ടുപഠിക്കൂ, കൊണ്ടുപഠിക്കരുത്. ഇത് മത്സ്യത്തിൽ നിന്നും പഠിക്കണം. പിന്നെ മൂന്നാമത്തതാണ് ആനയിൽ നിന്നും പഠിക്കേണ്ടത്. ആനയുടെ ദൗർബല്യമാണ് സ്പർശം. പിടിയാനയെ നല്ലവണ്ണം മെരുക്കി വലിയൊരു കുഴിയുടെ അടുത്ത് കൊണ്ടു നിർത്തും. കൊമ്പനാന വരും കാട്ടിൽ നിന്നും. അവൻ പിടിയാനയുടെ ശരീരത്തോട് ചേർന്ന് ഒരു സ്പർശസുഖം അനുഭവിക്കും. അതിലൊരു കാമസുഖം ആനയ്ക്ക് കിട്ടുമത്രേ, സ്പർശിക്കുന്നതിൽ. അങ്ങനെ ആ സുഖത്തിന്റെ ലഹരി കൊമ്പനാനയെ ഇങ്ങനെ സ്വാധീനിക്കുമ്പോൾ അവന്റെ ലൈംഗിക തൃഷ്ണയുടെ ദൗർബല്യങ്ങളിലേക്ക് വീഴും. ഇതിനത്ര ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. ഇതിന് പിടിയാനയ്ക്ക്. ഇവള് ചതിപ്രയോഗം തുടങ്ങും. പതുക്കെ കാലുകൾ പുറകോട്ട് വലിക്കും. ഇവനിങ്ങനെ ഒരസി ഇവള് കാല് വലിക്കുന്നത് ഒരിക്കലും കാണില്ല, പാവം. അങ്ങനെ ഒരു ശക്തിയിൽ ഇങ്ങനെ ഒരസുന്ന സമയത്ത് പെട്ടെന്ന് രണ്ട് കാലും കൈകളും പുറത്തേക്ക് അങ്ങനെ മാറ്റിക്കളയും. ഇവൻ ഈ ഒരസുന്ന ശക്തിയിൽ ബാലൻസ് തെറ്റും, കുഴിയിൽ ഇരുമ്പിന്റെ ചങ്ങല കൊടുക്കും പിടിയാനയുടെ കയ്യിൽ. അടിച്ച് തകർത്ത് കളയും, തോല് പൊട്ടുന്ന വിധത്തിൽ അടിച്ചു കളയും. അങ്ങനെ അവന്റെ കാട്ടിൽ മതിച്ച് നടന്ന ആ മതം മുഴുവൻ തളർത്തി ചങ്ങലകൾക്കിട്ട് കയറിലിട്ട് ആ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റും. ഇങ്ങനെയാണ് ആനയെ പിടിക്കുക. ഒരു ചതിയിലൂടെ വീഴ്ത്തിക്കളയുക. ഇവിടെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് സ്പർശസുഖങ്ങൾ. പ്രധാനമായി മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് സ്പർശങ്ങളാണ് നമ്മുടെ ദൗർബല്യങ്ങൾ. ഒന്ന് നാവിന്റെയും, രണ്ട് ലൈംഗികവും. ഇതിനെ പറയും ജിഹ്വോപസ്ഥം. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്, ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം. ഇങ്ങനെ രണ്ട് സ്പർശങ്ങളാണ് മനുഷ്യന്റെ ദൗർബല്യങ്ങൾ. ഈ ദൗർബല്യങ്ങളിൽ നിന്നും ക്രമേണ ഉയരണമെങ്കിൽ അതിൽ കൂടെ കിട്ടുന്ന സുഖത്തിന് പരിമിതി ഉണ്ട് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. ഈ ബോധം ഉറയ്ക്കാത്തവൻ അവന്റെ തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ വസ്തുക്കളെയും മാറ്റും, വ്യക്തികളെയും മാറ്റും. അപ്പൊ തന്റെ നാവിന്റെ രുചി തൃപ്തി അടഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് മനുഷ്യൻ വീട്ടിൽ നിന്നും ഹോട്ടലുകളിലേക്കും അവിടെ നിന്ന് തൃപ്തി തരുന്ന വസ്തുക്കളിലേക്കൊക്കെ ഓടുന്നത്.
അല്ലേ? നാവിന്റെ രുചിക്ക് വേണ്ടിയിട്ടാണത്. ഇതുപോലെ തന്നെ തന്റെ കാമതൃപ്തി അടഞ്ഞിട്ടില്ലെങ്കിൽ അതെവിടെ നിന്നാണോ തൃപ്തി കിട്ടുക അവരിലേക്കൊക്കെ പോവും. അപ്പം ഇതിലൊരു നിയന്ത്രണം അവനൊരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. ഇവിടെയാണ് നമ്മൾ വിവേകമുണ്ടാവേണ്ടത്. ഇതിന് ഇത്രയൊക്കെ തൃപ്തി തരാൻ സാധിക്കുകയുള്ളൂ എന്ന വിവേകം വന്നാൽ ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കണം. ഈ ഉപകരണങ്ങൾക്കുണ്ടല്ലോ ഒരു ട്രെയിനിങ് ഉണ്ട്. എന്താണത്? നാവിന് രുചി കുറഞ്ഞ ഭക്ഷണത്തിലും രുചി കണ്ടെത്താൻ പരിശീലിപ്പിക്കുക. രുചിയില്ലാത്ത ഭക്ഷണത്തിൽ രുചി കണ്ടെത്താൻ അതിനെ പരിശീലിപ്പിക്കുക. അപ്പൊ ക്രമേണ അത് രുചി പുറത്തല്ല, രുചി അകത്താണെന്ന ബോധത്തിലേക്ക് വരും. ഇതുപോലെ തന്നെയാണ് ലൈംഗികവും. നാം കൂടുതൽ ഈശ്വരപ്രേമത്തിലേക്ക് തിരിയും തോറും നമുക്ക് മനസ്സിലാവും ലൈംഗിക തൃഷ്ണകളൊക്കെ ഊർജത്തെ, ശക്തിയെ ചോർത്തുന്നതാണ്. എന്നാൽ എത്രമാത്രം നമ്മളത് ഈശ്വരനിലേക്ക് തിരിക്കുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ ശക്തി കൂടുന്നതാണത്. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുന്ന ആ ജീവിതത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. ഇത് വിവേകം കൊണ്ട് ഉയരണം, അല്ലെങ്കിൽ അപകടമാണത്. അടക്കി വെച്ചോ ഒരു സന്ദർഭം വരുമ്പം പുറത്തു വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ. ഒരു സന്യാസി പണ്ട്, ഒരു ചെറുപ്പക്കാരൻ പണ്ട് ഭാര്യയൊക്കെ ആയിട്ട് തെറ്റി, എന്നിട്ട് ഹിമാലയ സ്ഥാനങ്ങളിൽ പോകുന്നതും കൗബീനധാരിയാവുന്നതും പിന്നെ അയാളുടെ കൗബീനം എലിവെട്ടുന്നതും അവസാനം ഒരു കല്യാണം കഴിക്കുന്നതും അതിൽ കുട്ടികളുണ്ടാവുന്നതും അവസാനം ഗുരു വന്നു, ഉപദേശമൊക്കെ കൊടുത്ത ഗുരു വന്നു നോക്കുമ്പോൾ ഇയാൾക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു എല്ലാവരും കൗബീനംകാരനാണെന്ന്. കൗബീനം എലിവെട്ടി. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ തൃഷ്ണ അതിനൊരു അവസാനമില്ല എന്ന് പറയാണ്. ഇതൊക്കെ വിവേകം കൊണ്ട് നമ്മൾ ക്രമേണ ക്രമേണ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. ഇതാണ് ആരിൽ നിന്നും പഠിക്കേണ്ടത്? ആനയിൽ നിന്നും പഠിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ഇത് ഉറപ്പിക്കട്ടെ. ദശരഥന്റെ കഥ നമ്മളതാണല്ലോ പഠിക്കുന്നത്. ആ ദശരഥന് കാമതൃപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല. കൈകേയിയിൽ നിന്നും അങ്ങനൊരു കാമതൃപ്തി കിട്ടുന്നുണ്ട് എന്നൊരു വിചാരമാണ് അദ്ദേഹത്തിനെ കൈകേയിലേക്ക് അടുപ്പിച്ചത്. അതേ കാമതൃഷ്ണ കൊണ്ട് അദ്ദേഹത്തിന് കൈകേയി കുഴിച്ച വലിയൊരു കുഴിയിൽ വീഴേണ്ടി വന്നു. അതേ കൈകേയിയെ കൊണ്ട് പ്രഹരവും അനുഭവിക്കേണ്ടി വന്നു. ഒരു ആന അധപ്പതിക്കുന്നത് പോലെ ദശരഥൻ കൈകേയിയാകുന്ന പിടിയാനയെ കൊണ്ട് അധപ്പതിച്ചൊരു കഥ രാമായണത്തിലുണ്ടല്ലോ. ഇത് നമുക്ക് കാണാൻ സാധിക്കണം ജീവിതത്തിൽ. പിന്നെ അടുത്തതാണ് വണ്ടുകളിൽ നിന്നും പഠിക്കേണ്ടത്. ഘ്രാണത്തിലൂടെ. പാവം വണ്ട് വാസന കൊണ്ട് തേനിന്റെ വാസന അതിന് ഉന്മത്തത കൊടുക്കും. അത് താമരപ്പൂവിൽ ചെന്നിരിക്കും. അങ്ങനെ താമരപ്പൂവിൽ ചെന്നിരുന്ന് തേനൊക്കെ ആസ്വദിച്ച് അതിന്റെ ഉന്മത്തതയിൽ ഇരിക്കുമ്പോൾ അതങ്ങനെ ലഹരിയിലങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് അറിയില്ല. സൂര്യൻ അസ്തമിക്കുമ്പോ താമര കൂടി വരുന്നു. ആ താമരപ്പൂവിന്റെ ഉള്ളിൽ കിടന്നത് ചാവും. ഇതുപോലെ നമ്മളോട് പറയാണ്, കുടുംബമാകുന്ന താമരപ്പൂവിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഒരു സ്നേഹരസം, കുടുംബരസം, അതിൽ നമ്മൾ ഉന്മത്തരായി ഇരുന്നാൽ കാലം അതിനെ അടച്ചു കളയും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുരുങ്ങി നിന്നുകൊണ്ട് മരിക്കേണ്ടി വരും. നമ്മൾ പെടഞ്ഞ് മരിക്കേണ്ടി വരും. ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. ആ കുടുംബമാകുന്ന പൂവിന്റെ ഉള്ളിൽ നിന്നും പലർക്കും പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ് കടക്കാൻ പറ്റാത്തത് വെച്ചാൽ, കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ബോധം വേണം. പ്രായം കൂടുന്തോറും, കുട്ടികളാകും തോറും ഭാര്യയെ ആശ്രയിക്കല്ല വേണ്ടത്, ഭാര്യയെയും ആത്മീയതയിലേക്ക് വിടണം. ഞാനും രണ്ടുപേരും പരസ്പരം കൂടുതൽ ഭാരമല്ലാതെ ജീവിക്കണം. അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ല കുടുംബജീവിതത്തിൽ. കുറെ കഴിഞ്ഞാൽ മടുക്കും നമുക്ക്. കുടുംബജീവിതത്തിന്റെ തൃഷ്ണകളൊക്കെ മടുക്കും. കാരണം ശരീരം നമ്മളെ അതിൽ നിന്നൊക്കെ കുറെ മാറ്റിയെടുക്കും.
അപ്പോഴാണ് നമുക്ക് മോഹം വരെ കുറെയൊക്കെ ഇനി ആത്മീയ ലോകത്തിലേക്കെങ്കിലും ഉയരട്ടെ, എനിക്കിഷ്ടമുള്ള ലോകത്തിലേക്ക് ഉയരട്ടെ. പക്ഷെ അവിടെ നമ്മളെ മറ്റൊരാൾ പിടിച്ചു വയ്ക്കുമ്പോൾ അതിലും പുരോഗതി പ്രാപിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് അത്രയും കാലം കാമം എന്ന വ്യക്തിയോട് വെറുപ്പും വിദ്വേഷവും വരാൻ തുടങ്ങും. 2 ഞണ്ടുകളെ ഒരു ഭരണിയിൽ വെച്ചു കഴിഞ്ഞാൽ, പാത്രത്തിലിട്ട് വെച്ചു കഴിഞ്ഞാൽ, ഒരു ഞണ്ടെങ്ങാനും പുറത്തേക്ക് പോകാൻ കാല് നീട്ടിയാൽ താഴെയുള്ള ഞണ്ട് അതിന്റെ കാല് പിടിച്ച് വലിച്ചിട്ട് പറയും, ഞാനോ രക്ഷപ്പെടുന്നില്ല, നീയും രക്ഷപ്പെടണ്ടെന്ന്. മിക്കവാറും വീടുകളിലുണ്ടല്ലോ, ഭാര്യാഭർത്താക്കന്മാരല്ല കൂടുതലുള്ളത്, ഞണ്ടുകളാണ് കൂടുതലുള്ളത്. ഭാര്യ രക്ഷപ്പെടാൻ നോക്കിയാൽ ഭർത്താവാകുന്ന ഞണ്ട് പിടിക്കും. ഇനി ഭർത്താവാണ് രക്ഷപ്പെടാൻ നോക്കുന്നതെങ്കിൽ ഭാര്യയാകുന്ന ഞണ്ടും പിടിച്ചിടും. നിങ്ങളും നേരെയാവണ്ട, കാരണം ഞാൻ നേരെയാവില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ നേരെയാവുക? ഇതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ആരും ആരായി തീരരുത്? ഞണ്ടുകളായി തീരരുത്. രക്ഷപ്പെടട്ടെ, ഒരാളെങ്കിലും രക്ഷപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുക. ഇതൊക്കെ ചെറുപ്പത്തിലേ കേൾക്കണം, എന്നാലേ ആ ബോധമൊക്കെ വരുള്ളൂ. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ഗുണം എന്താ വെച്ചാൽ, കല്യാണം പള്ളിയിൽ വെച്ചിട്ടാ. അപ്പൊ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയൊക്കെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന്, എന്നിട്ട് എങ്ങനെയൊക്കെ ജീവിക്കേണ്ടതെന്ന്. നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള കല്യാണമൊക്കെ അമ്പലങ്ങളിൽ വെച്ചിട്ടാണ്. പാവം ദൈവത്തിനാണെന്ന് ഒന്നും പറഞ്ഞു തരാനും പറ്റില്ല. കാരണം അങ്ങോരങ്ങനെ നിൽക്കുകയാണ്. ഒരു ജീവനുള്ള വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പാവം ഇദ്ദേഹത്തിന് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അങ്ങനെ നിൽക്കുക തന്നെ. ഭഗവാൻ ശംഖുചക്ര ഗതാധാരിയിട്ടെന്ന് കാണിച്ചു കൊടുക്കും. കല്യാണം കഴിച്ചാൽ നിങ്ങളും പിടിക്കും ശംഖും ചക്രം ഗതാ പങ്കജമൊക്കെ എന്ന് വെച്ചാൽ ഓരോന്ന് പിടിക്കാൻ തുടങ്ങും. പിന്നെ എന്നെപ്പോലെ എങ്ങോട്ടും പോവാൻ പറ്റാതെ നിങ്ങൾ ഒരു ഭാഗത്ത് പ്രതിഷ്ഠിതരാവും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് കല്യാണത്തിന് 3 സ്റ്റേജുകളുണ്ട് എന്ന് പറയും. ഒന്നാമത്തത് പൂർണ്ണമായ ഒരു കാമത്തിന്റെ സ്റ്റേജാണിത്. അതാണല്ലോ ഹണിമൂൺ ഹിണിമൂൺ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അതൊക്കെ വേണം കല്യാണത്തിന്. ഒരു ഭ്രാന്ത്, അതിനെ മാഡ്നെസ് എന്ന് പറയും. ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട്, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓടി നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാവാൻ തുടങ്ങും. അപ്പൊ രണ്ടുപേരും മാതൃകകളാവണം. അവിടെ ഒന്ന് ഭ്രാന്തരാവണം, മറ്റൊന്ന് മാതൃകകളാവണം. ഏതൊരു പരസ്യമുണ്ടല്ലോ, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന്. അതുപോലെ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആവണം. കുട്ടികളൊക്കെ പക്വതയായി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രരാവണം. പിന്നെ ജീവിക്കേണ്ടത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാവരുത്, ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടാവരുത്. പിന്നെ ജീവിക്കേണ്ടത് അവനവന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി ജീവിക്കണം. ആ സ്വാതന്ത്ര്യം, ഭാര്യയ്ക്ക് ഉയരാനുള്ള സ്വാതന്ത്ര്യം അത് ഭർത്താവും കൊടുക്കണം, ഭർത്താവിന് ഉയരാനുള്ള സ്വാതന്ത്ര്യം ഭാര്യയും കൊടുക്കണം. ഇന്ന് നമുക്കത് സംഭവിക്കുന്നില്ല പറയാൻ. പണ്ടും ഭ്രാന്ത്, കുട്ടികളായിക്കഴിഞ്ഞാലും ഭ്രാന്ത്, കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴു ഭ്രാന്ത്. എവിടെയാ നേരെയാവുന്നത്? ശരിയല്ലേ ഞാൻ പറയുന്നത്? അങ്ങനെ ഒരു ചിന്ത എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ ഒരാളും ഒരാൾക്കും ഒരു ഭാരമല്ല. എന്ന് മാത്രമല്ല, പ്രശ്നങ്ങളും ഇല്ല. മനസ്സിനെ തന്റെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് വ്യാപരിക്കുമുണ്ടല്ലോ, എല്ലാ വിഷമങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും. ഇത് അതിനുള്ള വേദികളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് മക്കളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചൊക്കെ ഇരുന്ന് ദുഃഖിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ നമ്മുടെ ശരിക്കും സംസ്കാരത്തിലുള്ളതായിരുന്നു. അതാണ് വാനപ്രസ്ഥം എന്നൊക്കെ പറയുന്നത്. അത് ക്രമേണ ക്രമേണ നമുക്ക് നഷ്ടപ്പെട്ടുപോയി. നിങ്ങളെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കൂ. സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ കൂട്ടത്തിൽ ഭാര്യയാണ് പോകുന്നതെങ്കിൽ ഒരു പിടുത്തം പിടിക്കണം. ആരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. കേൾക്കൂ മനുഷ്യ, എന്നിട്ടെങ്കിലും നേരെയാവട്ടെ എന്ന്. ചിലര് പിന്നെ ഭർത്താവിനെ കൊണ്ടുവരുന്നത് പഠിക്കൂ, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അപ്പൊ നീയോ ഞാൻ എത്രയോ നല്ലവളാണെന്ന്. അവർ പിന്നെ ഓൾറെഡി മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ടാവും ഞാൻ നല്ലവളാണെന്നുള്ളത്. എന്നോടൊരു അമ്മ പറയും ചെയ്തു, എനിക്ക് വലിയ സങ്കടമായി അത്. സ്വാമി പറഞ്ഞതൊക്കെ എന്റെ മരുമകൾക്ക് പറ്റുമെന്ന്. ആ മരുമകൾ വന്നിട്ടുണ്ടോ? ആ സത്യത്തിനൊന്നും വരില്ല എന്ന്.
അപ്പൊ പിന്നെ ആരതൊക്കെ കേട്ടിരിക്കണം? അമ്മയല്ലേ കേട്ടത്, അമ്മയല്ലേ നേരെയാവണ്ടേ? ഞാനൊന്നും ഇനി നേരെയിട്ട് കാര്യമില്ല സ്വാമി എന്നും. ഇതാണ് ഇങ്ങനെ തൊലിക്കെട്ടിയായിട്ട് സപ്താഹം കേൾക്കാൻ വന്നിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ വന്നിട്ട് എന്താ കാര്യം? അപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു ട്യൂണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പരസ്പരമുള്ള ഡിപ്പെൻഡൻസി കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ജീവിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? ഇടയ്ക്ക് വെച്ച് ഒരാൾ മരിച്ചു പോയാലും മറ്റൊരാൾ ഒരിക്കലും തളരുകയില്ല. അവർക്ക് അവരുടെ വഴിയിലൂടെ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല, ഒരാളെ ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ മറ്റേ ആൾക്കൊരു വഴിയില്ലാത്തത് കൊണ്ട് അയാൾ അവിടെ കിടന്ന് തളരുക തന്നെ വേണം. അപ്പൊ സ്വയം നശിക്കുക, മറ്റൊരാളെ തളർത്തുക, നശിപ്പിക്കുക. ഇതാണ് ഇന്ന് നമ്മൾ കുടുംബജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? ഞാൻ പറയുന്നത് ഒരു എക്സാഗ്രേഷൻ ഒന്നല്ലല്ലോ, ശരിയല്ലേ? ഈ ചിന്തകളൊക്കെ നമുക്ക് വേണം ശരിക്കും. ഇതാണ് ആരിൽ നിന്നും പഠിക്കേണ്ടത്? വണ്ടിൽ നിന്നും പഠിക്കേണ്ടത്. ഇനി അഞ്ചാമത്തതൊന്നാണ് കണ്ണിലൂടെ നശിച്ചു പോകുന്ന പാറ്റകൾ എന്ന് പറയുക. ഈയാമ്പാറ്റ. മഴ പെയ്തു കഴിഞ്ഞാൽ പാറ്റ പൊടിയും, തീയിടും. ആ തീ കണ്ട് ആകർഷിതയായിട്ട് ആര് വരും? പാറ്റകൾ വരും. പാറ്റ അതിൽ വീണ് ചാവുകയും ചെയ്യും. തന്റെ കണ്ണുകൊണ്ട് തീ കാണുമ്പോ ഇതെന്തോ കഴിക്കാനുള്ള സാധനമായി പാവം പാറ്റയ്ക്ക് തോന്നും. അങ്ങനെയാണ് പാറ്റ അതിൽ ചെന്ന് വീഴുന്നത്. നമ്മളോട് പറയാണ്, നാം ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിച്ച ഒരു സാധനം കണ്ണുകളാണ്. അപ്പൊ കണ്ണിലൂടെ കണ്ട രൂപങ്ങളെയാണ് നാം നമ്മുടേതാക്കി എടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ നമ്മളെ ഹോമിക്കുന്നത്. എന്നാൽ കണ്ണുകൾക്കൊരു രൂപം കാണാൻ കാഴ്ച തന്നൊരു ശക്തി ഉണ്ടല്ലോ, അതിനെ നമ്മുടേതാക്കിയെടുക്കൂ. വളരെ രസകരമായിട്ട് ഹരിനാമകീർത്തനത്തിൽ പറയും എഴുത്തച്ഛൻ, അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്തുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകുന്ന രൂപങ്ങളെ എന്റേതെന്ന് ഗ്രഹിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. എന്നാൽ കണ്ണിലൂടെ കാണിച്ചു തന്നവനെ, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഈ കണ്ണിലൂടെ കാണിച്ചു തന്നവനാണ് ശരിക്കും എന്റേത്, അല്ലാതെ കണ്ട രൂപങ്ങൾ എന്റേതല്ല.